കഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. എന്റെ കഥയുടെ പേരാണ് വിജയം. പണ്ട് പണ്ടൊരു ഗ്രാമത്തിൽ ഒരു ബാലൻ ഉണ്ടായിരുന്നു. ഓടി മുന്നിലെത്തിയാൽ വിജയിക്കുമെന്ന് അവൻ കരുതി. ഒരു ദിവസം എന്റെ ചെറിയ കുട്ടികളോടൊപ്പം ഓട്ട മത്സരം നടത്തി. അത് കാണാൻ നാട്ടിലെ എല്ലാവരും വന്നു. കൂടെ സന്യാസിമുത്തശ്ശനും എത്തി. അവർ 3 പേരും ഒരുമിച്ച് തുടങ്ങി. മനസ്സിൽ വിജയം ഉറപ്പിച്ച ബാലൻ ഓടി മുന്നിലെത്തി. അവൻ ജയിച്ചു. പിന്നെ 2 വലിയ കുട്ടികളോടൊപ്പം ഓട്ട മത്സരം നടത്തി. എന്താ സംശയം? അതിലും അവൻ തന്നെ ജയിച്ചു. അപ്പോഴെല്ലാം ഒന്നും മിണ്ടാതെ, ഒരു അത്ഭുതവും തോന്നാതെ സന്യാസിമുത്തശ്ശൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. തന്റെ വിജയത്തിൽ അഭിമാനവും അഹങ്കാരവും തോന്നി ബാലൻ ആരാണ് എന്റെ കൂടെ മത്സരിക്കാനുള്ളത് എന്നൊക്കെ ചോദിച്ചു. അത് കേട്ടതും സന്യാസിമുത്തശ്ശൻ മുമ്പിലേക്ക് നടന്നു വന്നു. ഇനിയും ഇവരാണ് എന്റെ കൂടെ മത്സരിക്കാനുള്ളത്. ഇന്ദനായ കുട്ടിയും അവശയായ അമ്മയും. മുത്തശ്ശൻ പറഞ്ഞു, അയ്യയ്യേ, കണ്ണു കാണുന്നവർ പോലും എന്നോടൊക്കെ തോറ്റുപോയി. ഇവരും ഞാൻ തോപ്പിക്കും. മുത്തശ്ശൻ മണി മുഴങ്ങിയതും ബാലൻ തനിയോടെ വിജയസ്ഥാനത്തെത്തി. കഷ്ടം തന്നെ, ഓരും കൈയടിച്ചില്ല. ഞാൻ ജയിച്ചു, ഇതിനുമെന്നാണ് ആരും കൈയടിക്കാത്തത്? ബാലൻ അഹങ്കാരത്തോട് ചോദിച്ചു. ഒന്നും കൂടി ഓടും, പക്ഷേ ഈ വർഷം നിങ്ങൾ 3 പേരും ഒരുമിച്ച് വിജയസ്ഥാനത്തെത്തണം. ബാലൻ ഒന്നാലോചിച്ചിട്ട് അവരുടെ കൈയും പിടിച്ച് പതിയെ പതിയെ മുമ്പിലേക്ക് നടന്നു. അങ്ങനെ വിജയസ്ഥാനത്തെത്തി. അവിടെ കയ്യടിയും ആട്ടുകളും മുഴങ്ങി. മുത്തശ്ശ, ഞങ്ങൾ ജയിച്ചു. അഭിമാനത്തിന്റെ വിജയം, നന്മയുടെ വിജയം, ഒരുമയുടെ വിജയം. അവനിലെ അഹങ്കാരം വേരോടെ ഇല്ലാതായി. തന്നെയോട് വിജയിക്കുന്നതല്ല, കൂടെ ഉള്ളവരെ ഒപ്പം കൊണ്ട് മുന്നിലെത്തിക്കുന്നതാണ് വിജയമെന്ന് സന്യാസിമുത്തശ്ശൻ ബാലനെ പഠിപ്പിച്ചു. അയ്യേ കൂട്ടുകാരെ, ഇലയാകുക, തണലാകുക, ഒന്നിനും അഹങ്കരിക്കാതെ ഒഴിഞ്ഞു പോകുക. വിജയം ഒരിക്കലും അഹങ്കാരത്തിനോടാകരുത്. എന്റെ